ഞാനിങ്ങനെ പ്ലേസ്ഡ് ആയി എന്നുള്ളത് സ്റ്റോറിയൊക്കെ ഇട്ട സമയത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഈ എങ്ങനെ മൈക്രോബയോളജി ആയിരുന്നല്ലോ, പിന്നെ എങ്ങനെ പെട്ടെന്ന് ഇതിലേക്ക് എങ്ങനെ മാറി, എന്താ പഠിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. എവിടെ പഠിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹാക്കയിലാണ്. ഫസ്റ്റിലൊക്കെ അങ്ങനെ ഓരോ വേർഡ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവാതെ വന്നിരുന്നു. അപ്പോൾ ഡൗട്ട്സും ചോദിക്കുമ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല ക്ലിയർ ആക്കിയിട്ട് പക്കാക്കിയതിൻ്റെ ശേഷം പിന്നെ അടുത്ത് തുടങ്ങുള്ളൂ. നല്ല അടിപൊളിയായിട്ട് സാറ് ക്ലാസ് എടുത്ത് തരും. ഓപ്പണായിട്ട് ചോദിക്കാം എന്ത് പൊട്ടത്തരാണെങ്കിലും, അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നു സാറിൻ്റെ അടുത്ത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അത് കെമിസ്ട്രി ഫീൽഡ് എന്തോ ആണ്. അപ്പം അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞ് നല്ല ക്ലാസ്സാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സയൻസ് ഫീൽഡിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ തന്നെ അവർ നമുക്കൊരു കോൺഫിഡൻസ് തരുമായിരുന്നു. ടെൻഷനാവൊന്നും വേണ്ട, നമ്മൾ നല്ല ബേസ് തൊട്ട് തന്നെ ക്ലാസ് എടുക്കുക, പേടിക്കാനൊന്നുമില്ല, സെറ്റാവും, നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കി പോവും. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓപ്പണായിട്ട് സംസാരിക്കണം. അങ്ങനത്തെ രീതിയിലൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിശ്വാസം തോന്നും, കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരിതിൽ. നല്ല അടിപൊളി ക്ലാസ്സാണ്, ഒരു സംശയം വേണ്ട, നമുക്ക് പഠിപ്പിച്ച് തന്നുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് മാർക്കിന് കയറാൻ പറ്റും എന്നുള്ളൊരിത് അവരുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരാളിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ അക്കൗണ്ടിങ് എടുക്കാനുള്ള വേറെ എവിടെയെങ്കിലും പഠിക്കാനുള്ളൊരിത് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഹാക്ക സജസ്റ്റ് ചെയ്യും. ഹായ്, ഞാൻ റൈസ, ഞാൻ കാക്കഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 12th കഴിഞ്ഞിട്ട് സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ എടുക്കുക എന്നുള്ളൊരു ഇതിൽ ഒരു കോഴ്സ് ഇങ്ങനെ കേട്ടു, മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പം അധികം അങ്ങനെ കേട്ടിരുന്നില്ല ആ കോഴ്സിനെ കുറിച്ചിട്ട്. അപ്പം നല്ലൊരു വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതാന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ മൈക്രോബയോളജി എന്നുള്ള കോഴ്സ് എടുത്തു ഡിഗ്രിക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാലക്കാട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 1 year. പിന്നെ അവിടെ 1 yearന് ശേഷം ഞാൻ എറണാകുളത്ത് ലാബിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എറണാകുളത്ത് വർക്ക് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ നാട്ടിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പം അങ്ങനെ വേക്കൻസിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം പുറത്ത് പോകാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിചാരിച്ചിരുന്നാൽ പുറത്ത് പോയിട്ട് നോക്കി നോക്കിയാലോ എന്നുള്ളത്, 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്, എക്സാം എഴുതിയിട്ട് അങ്ങനെ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് ഇതേപോലെ ജോലി നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അപ്പം അവരും ഇതേപോലെ അന്വേഷിച്ചിട്ടൊന്നും കിട്ടുകയും ചെയ്തിരുന്നില്ല. അവർ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയുണ്ടായത്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവരും വല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പുറത്ത് പോയിട്ട് കാര്യമില്ല എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാനിങ്ങനെ വേറെ എന്തെങ്കിലും കോഴ്സിലോട്ട് സ്വിച്ച് ചെയ്യണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ആലോചിച്ചു അക്കൗണ്ടിങ് എങ്ങനെ ആവും എന്നുള്ള, എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എൻ്റെ ഫ്രണ്ടിനായിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നല്ല കോഴ്സ് തന്നെയാണ് എന്നുള്ളൊരിതിൽ സംസാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അക്കൗണ്ടിങ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പം അക്കൗണ്ടിങ് എടുക്കുമ്പോഴൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാനിങ്ങനെ സയൻസ് ഫീൽഡിലായിരുന്നു. അപ്പം പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ എന്താവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ അക്കൗണ്ടിങ് എടുത്താൽ എങ്ങനെ ആവും, എനിക്ക് സെറ്റാവും എന്നൊക്കെ ഉള്ളൊരു ഇത് അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവൾക്ക് പെട്ടെന്ന് സെറ്റാവും. അവങ്ങനെ പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു, ഹാക്കാന്ന് പറഞ്ഞിട്ട്. അവനവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം അവങ്ങനെ പറഞ്ഞു അവിടെ ഇങ്ങനെ അക്കൗണ്ടിങ് ഉണ്ട്, ജസ്റ്റ് ഒന്നിങ്ങനെ മെസ്സേജ് അയച്ചു നോക്കി എന്താ അവർ പറയണമെന്നൊക്കെ നോക്കി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുത്തെ ഇങ്ങനെ മാമിൻ്റെ നമ്പർ തന്നു. അപ്പം ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു, അവരുടെ അടുത്ത് ഇങ്ങനെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു. അവർ ജസ്റ്റ് അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞു തന്നതിൻ്റെ ശേഷം ഒരു നമ്പർ തന്ന് അവർ കണക്ട് ചെയ്തോളും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവർ സംസാരിച്ചോളും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കണക്ട് ചെയ്തു അവർ. നമുക്ക് ഇപ്പം ഞാൻ ചോദിക്കണ കാര്യങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ആൻസർ തന്നു. അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് തോന്നി, കുഴപ്പമുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അത് കെമിസ്ട്രി ഫീൽഡ് എന്തോ ആണ്. അപ്പം അവരുടെ നമ്പർ തരും ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു നോക്കുക എന്താ കാര്യങ്ങൾ എന്നൊക്കെ. അതിൻ്റെ ശേഷം അഡ്മിഷൻ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞ് നല്ല ക്ലാസ്സാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം തന്ന്. അപ്പോൾ അതൊക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ആവും എന്നുള്ളൊരു മൈൻഡിൽ പിന്നെ അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ക്ലാസ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളെ ഇൻട്രൊഡക്ഷനൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ തന്നെ സയൻസ് ഫീൽഡിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ തന്നെ അവർ നമുക്കൊരു കോൺഫിഡൻസ് തരുമായിരുന്നു, ടെൻഷനാവൊന്നും വേണ്ട, നമ്മൾ നല്ല ബേസ് തൊട്ട് തന്നെ ക്ലാസ് എടുക്കുക, അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, സെറ്റാവും, നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കി പോവും. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓപ്പണായിട്ട് സംസാരിക്കണം. അങ്ങനത്തെ രീതിയിലൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിശ്വാസം തോന്നും, കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരിതിൽ. അങ്ങനെ
അങ്ങനെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റിലൊക്കെ അങ്ങനെ ഓരോ വേർഡ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവാതെ വന്നിരുന്നു. അപ്പോൾ ഡൗട്ട്സും ചോദിക്കുമ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല ക്ലിയർ ആക്കിയിട്ട് പക്കാക്കിയതിൻ്റെ ശേഷം പിന്നെ അടുത്ത തുടങ്ങുള്ളൂ. അതൊക്കെ ഒരു സമാധാനമായിരുന്നു. പിന്നെ എനിക്ക് പൊതുവെ ഒരു മാത്സ് സബ്ജക്റ്റ് ഇഷ്ടമാണ്. അപ്പം അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റും കൂടുതലും അങ്ങോട്ട് സെറ്റായി പോയി. പിന്നെ സാറാണെങ്കിലും മഫാസ് സാറ് നല്ല അടിപൊളി ക്ലാസ്സാണ്. അത് ഇപ്പം അക്കൗണ്ട്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ക്ലാസ് അക്കൗണ്ടിങ് ആണ്. നല്ല അടിപൊളിയായിട്ട് സാറ് ക്ലാസ് എടുത്ത് തരും. നമുക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളൊരു ഇത് വെച്ചാൽ നമുക്ക് നല്ല ഭയങ്കര ഓപ്പണായിട്ട് ചോദിക്കാം, എന്ത് പൊട്ടത്തരാണെങ്കിലും അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നു. സാറിൻ്റെ അടുത്ത് നല്ല രീതിക്ക് മനസ്സിലാക്കി ക്ലാസ് എടുത്തരും ചെയ്തിരുന്നു. അങ്ങനെ ക്ലാസ് തുടങ്ങി ഒരു 2 months ഒക്കെ ആയി. അതിൽ ഒരു 9 ഒക്കെ ആവും അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു വേക്കൻസി കണ്ടു, അങ്ങനെ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വേക്കൻസി കണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അവർക്ക് ഒരു മെസ്സേജ് അയച്ചു, ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം എനിക്ക് വർക്കിന് കയറാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് ടാലൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യും, അത് നമുക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ സംഭവം കുറച്ച് പഠിച്ചിട്ടുള്ളൂ. അക്കൗണ്ടിങ് എടുത്ത വരെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ളൊരു ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ ആദ്യം അവരോട് പറഞ്ഞു എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയുള്ളൂ, പ്രാക്ടിക്കലും കാര്യങ്ങളും സ്റ്റാർട്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് അക്കൗണ്ടിങ്ങിൽ ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. അപ്പം അവർ പഠിച്ച ഭാഗത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് ചോദിച്ചു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ഭാഗ്യം കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു സെലക്റ്റായി, വർക്കിന് കയറാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടൂല. കാരണം മഫാസ് സാർ പറയുമ്പോൾ അത്ര നല്ല അടിപൊളിയായിട്ട് ബേസ് കവർ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു കാരണം കൊണ്ടാണ് ഉറപ്പായിട്ടും വർക്കിന് കയറാൻ പറ്റിയത്. ഞാനിങ്ങനെ പ്ലേസ്ഡ് ആയി എന്നുള്ളത് സ്റ്റോറിയൊക്കെ ഇട്ട സമയത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഈ എങ്ങനെ മൈക്രോവേൾജ് ആയിരുന്നല്ലോ, പിന്നെ എങ്ങനെ പെട്ടെന്ന് ഇതിലേക്ക് എങ്ങനെ മാറി, എന്താ പഠിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അക്കൗണ്ടിങ് ആണ് പഠിച്ചത്. ഇങ്ങനെ എവിടെ പഠിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഹാക്കയിലാണ്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, അവർ ചോദിച്ചതിൻ്റെ അടുത്ത് ക്ലാസ്സൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു നല്ല അടിപൊളി ക്ലാസ്സാണ്, ഒരു സംശയം വേണ്ട, നമുക്ക് വർക്കിന് കയറാൻ പറ്റും, നമ്മളെ പഠിപ്പിച്ച് തന്നുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും വർക്കിന് കയറാൻ പറ്റും എന്നുള്ളൊരിത് അവരുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരാളിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ അക്കൗണ്ടിങ് എടുക്കാനുള്ള വേറെ എവിടെയെങ്കിലും പഠിക്കാനുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഹാക്ക സജസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് അത്രയും ഉറപ്പുണ്ട് അക്കൗണ്ടിങ് എന്നുള്ള ഒരു കാര്യത്തിൽ. ഞാൻ പറയാം, സാറിൻ്റെ ക്ലാസ് അടിപൊളി ക്ലാസ്സാണ്, അതൊരിക്കലും മോശമായിട്ട് പറയാൻ പറ്റില്ല. ആ സാറിൻ്റെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ വർക്കിന് കയറാൻ പറ്റിയത്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഹാക്ക സജസ്റ്റ് ചെയ്യും.